ഏതായാലും ഷിയാക്കൾ പറയുന്നത് ഇസ്മുല്ലാഹിൽ ആളം 72 അക്ഷരമാണ്. അതിൽ ഒരക്ഷരം ആസഫ് ഇബ്നു ബർഖയുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ആസഫ് ഇബ്നു ബർഖയ ഇസ്മുല്ലാഹിൽ ആളം മുഴുവൻ പറഞ്ഞില്ല. പിന്നെ അതിലൊരക്ഷരം 72 അക്ഷരമാണ്. 72 അക്ഷരത്തിൽ ഒരക്ഷരം പറഞ്ഞപ്പോൾ ഭൂമി പിളർന്നു. അങ്ങനെ ഭൂഗർഭത്തിലൂടെ ആസഫ് ബിൻ ബർഖയ സബൈല രാജ്ഞിയുടെ സിംഹാസനം പിടിച്ചു വലിച്ച് അത് പെട്ടെന്ന് എന്ത് ചെയ്തു? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ ഹാജരാക്കാൻ പറ്റി. ഇതാണ് ആര് പറയുന്നത്? ഷിയാക്കൾ പറയുന്നത്. കള്ളവാർത്തയാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? വഇന്ദനാ നഹ്നു വല്ലാഹി ഇസ്നാനി വസബഊന ഹർഫ. ഇസ്മുല്ലാഹിൽ ആളമിൽ ഞങ്ങളുടെ അടുക്കൽ 72 അക്ഷരങ്ങളുണ്ട്. വഹർഫുൻ വാഹിദുൻ ഇൻദല്ലാഹി ഇസ്തഅസറ ബിഹി ഫി ഇൽമിൽ ഗൈബ്. ഇസ്മുല്ലാഹിൽ ആളമിൽ അള്ളാന്റെ അടുക്കൽ ഒരക്ഷരേ ഉള്ളൂ. അത് അള്ളാഹു അദൃശ്യ ലോകത്ത് തനിക്ക് മാത്രമാക്കി വെച്ചേക്കാണ് എന്നാണ്. അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കാൻ നിങ്ങൾ, ഇസ്മുല്ലാഹിൽ ആളം 72 അക്ഷരം. ഈ ബിഹാറുൽ അൻവാർ എന്ന് പറയുന്ന മജ്ലിസിയുടെ ഗ്രന്ഥം ഷിയാക്കൾക്ക് അത് നിസ്സാര ഗ്രന്ഥമല്ല, അത് അവരുടെ അടിസ്ഥാന ഗ്രന്ഥമാണ്. മുമ്പ് പറഞ്ഞ ഉസൂലുൽ കാഫി, നമ്മൾ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി കാണുന്നതിനേക്കാൾ മഹത്തായിട്ട് അവർ കാണുന്ന ഗ്രന്ഥമാണ്. ഇതൊക്കെ ഈ ഗ്രന്ഥങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ പറയാൻ 72 അക്ഷരമാണ് ഇസ്മുല്ലാഹിൽ ആളം. ഒരക്ഷരം അത് ആസഫ് ബിൻ ബർഖയുടെ കയ്യിലുണ്ടായിരുന്നു. അത് ഉച്ചരിച്ചപ്പോൾ സബൈല രാജ്ഞിയുടെ സിംഹാസനം പെട്ടെന്ന് എത്തിക്കാൻ പറ്റി. 72 അക്ഷരം ഞങ്ങളുടെ അടുത്താണ്. ഒരക്ഷരം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അദൃശ്യ ലോകത്ത് അള്ളാഹു തനിക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതാണ് ഷിയാ ജൽപ്പനം ഇസ്മുല്ലാഹിൽ ആളമിൻ്റെ പേരിൽ. പക്ഷേ ഇതൊക്കെ വിദണ്ഡങ്ങളാണ്, കേവലം തെളിവില്ലാത്ത ജൽപ്പനങ്ങളാണ്.